ഇതിപ്പോ ലൈവിൽ അക്ബറും അഭിലാഷും ബിന്നിയും കൂടെ ആ ബീൻ ബാഗിനകത്ത് നിന്ന് വർത്തമാനം പറയുന്നുണ്ട്. അവര് പറയുന്നത് വൈൽഡ് കാർഡുകൾ വന്നപ്പോ പറഞ്ഞ ഒരു വാദം പൊളിയുകയാണെന്നും അനീഷിനെ സ്വാധീനിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അനീഷ് ഒരു ഗ്രൂപ്പിനകത്ത് പെട്ട് കിടക്കുകയാണെന്നും അത് ഷാനവാസിന്റെ ജിഷിന്റെ ഗ്രൂപ്പിലാണെന്നും അവര് പറയുന്നുണ്ട്. അപ്പം ബിന്നി പറയുന്നുണ്ട് ഷാനവാസും ജിഷിനും മാത്രമല്ല നമ്മുടെ ആദിലെ നൂറയും ഉള്ള ഗ്രൂപ്പിനകത്താണ് അനീഷ് പെട്ട് കിടക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അനീഷ് ഇപ്പം ഷാനവാസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നാളെ ഒരു സമയത്ത് അനീഷിന്റെ ഗെയിമിനെ നല്ലതുപോലെ ഷാനവാസ് ബാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകും തോറും ഇവര് കൂട്ടുകെട്ടായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമിലാണെങ്കിൽ നമ്മുടെ ജിസയിലും അതിലും നൂറയും സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിവിൻ പഴയ പോലെ അല്ലെന്ന്, ഇപ്പൊ ആകെ മൂഡ് ഓഫ് ആണെന്ന്, ഇപ്പൊ ഡാൻസ് കളിക്കാനൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം അവരവിടെ സംസാരിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ലാലേട്ടൻ വരുമ്പോ ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന നമ്മുടെ നിവിൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ നിവിൻ ആകെ മൂഡ് ഓഫ് ആയിട്ട് നടക്കുകയാണ്. ഇന്നലെ തന്നെ നേരത്തെ കിടന്നുറങ്ങുന്നു. ഇന്നലെ വന്ന പെട്ടിയൊന്നും തിരിച്ചു കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല നിവിന്. അപ്പം ആദിലെ നൂറെ പറയുന്നത് ഒരുപക്ഷെ ഷാനവാസിനെ കൊണ്ടൊന്ന് സോറ് പറയിപ്പിച്ചാൽ ഇത് തീരാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് ഇങ്ങനൊരു വിഷയം നമുക്കാണെങ്കിൽ വന്നാൽ പോലും നമുക്ക് ആകെ വിഷമം ഉണ്ടാവും. നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകും. അതാണ് ഇപ്പൊ നിവിന് സംഭവിച്ചിരിക്കുന്നതെന്നും അത് ഒരുപക്ഷെ ഒന്ന് സോൾവ് ആയി കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും എന്നുള്ളത് ജിസേൽ പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസിനെ കൊണ്ടൊന്ന് സോറി അറിയിപ്പിക്കുകയോ മറ്റോ ചെയ്യാനാണ് നമ്മുടെ ആദിലയുടെയും നൂറയുടെയും ശ്രമം. അത് മാത്രമല്ല അവര് സോറി പറയാൻ റെഡിയാണെന്നും ഇവര് പറയുന്നുണ്ട്.